സ്വാതി അമ്മൂനെ അകറ്റി നിർത്തുന്നതിൽ ഇവൾക്ക് വലിയ വിഷമമുണ്ട്. അതും പറഞ്ഞ് ഇവൾക്ക് അറിയാത്ത സമയമില്ല. അതിന് മാത്രമുള്ള ആത്മാർത്ഥതയൊന്നും ഇവൾ എന്നോട് കാണിച്ചിട്ടില്ല. ഉണ്ടെങ്കിൽ ഇവള് പറയട്ടെ. ഇവള് സ്വാതിയോട് ചെയ്ത തെറ്റെന്താണെങ്കിലും പറഞ്ഞൂടെ? കൂടപ്പിറപ്പുകളെ പോലെ കഴിഞ്ഞവരല്ല നിങ്ങൾ. മനസ്സിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്വാതിക്ക് ഇവളോട് പറയാവുന്നതല്ലേ ഉള്ളൂ. ഇവള് ചെയ്യുന്നത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞു. എങ്കിലല്ലേ രാജു ചോദിച്ചതിന് എനിക്ക് മറുപടി തരേണ്ടതുള്ളൂ. ഇവള് ചെയ്യുന്നതെല്ലാം ശരി തന്നെയാ. എന്നാലും ആത്മാർത്ഥതയുടെ കാര്യം സ്വാതി പറഞ്ഞില്ലേ? എന്താ അത് ശരിയല്ലേ? അമ്മൂനോടുള്ള എന്റെ ആത്മാർത്ഥത കൂടിയിട്ട പാതി തളർന്ന് ഞാനിപ്പോ ഈ വീൽ ചെയറിലിരിക്കുന്നത്. ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും ഇവളുടെ ഉള്ളിലിരിക്കുന്ന ആ സത്യം എന്നോട് പറയാൻ തയ്യാറായോ? ഞാൻ ഈ അവസ്ഥയിൽ പെട്ടിട്ട് പോലും. കഴുത്തിൽ താലി അണിഞ്ഞ് നടക്കുന്നവർക്ക് ഭർത്താവ് ആരാണെന്ന് എന്നോട് പറയാൻ പറ്റുന്നില്ല. അയാളെ കണ്ടെത്തി ഇവൾക്കൊരു ജീവിതം സമ്മാനിക്കാനുള്ള എന്റെ ഓട്ടം ഇവിടെ എത്തി. ഇനി എന്താ രാജു ഇവളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കാനുള്ളത്? ഒറ്റപ്പെട്ടു പോകുമ്പോഴാ നമുക്ക് ചുറ്റുമുള്ളവരെ നമ്മളും ശ്രദ്ധിച്ചു പോകുന്നത്. ഞാൻ വലിയ വിഡ്ഢിയായിപ്പോയി. ആരുടെയും മനസ്സറിയാൻ കഴിയാതെ പോയ വിഡ്ഢി. അതറിയാതെ ഓരിക്കൊരു സ്നേഹം നൽകി. എന്റെ അമ്മയോട് ഞാൻ ഇവൾക്ക് വേണ്ടി എത്രയോ വട്ടം വഴക്കിട്ടിട്ടുണ്ട്. അനുഭവം കൊണ്ട് നീ പഠിക്കുമെന്ന് അമ്മ പറയുമ്പോ ഞാൻ അമ്മയെ പരിഹസിച്ചു. എന്റെ അമ്മയാണ് ശരിയെന്ന് അനുഭവം കൊണ്ട് ഞാൻ പഠിച്ചു. അപ്പോഴേക്കും എനിക്കെന്റെ ജീവിതം നഷ്ടപ്പെട്ടു. എല്ലാ അർത്ഥത്തിലും ഞാൻ പുറന്തള്ളപ്പെട്ടു. ഇനി ഒരു സ്നേഹത്തെ ഞാൻ വിശ്വസിക്കില്ല. എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല രാജോട്ട. ചേച്ചി പറയുന്ന ഓരോ വാക്കുകളും സത്യം. ഞാൻ എന്ത് ചെയ്യും? ചേച്ചിയുടെ മുന്നിൽ അപരാധിയെ പോലെ നിൽക്കാനല്ലേ എനിക്ക് കഴിയും. നമുക്ക് എന്ത് ചെയ്യാനാവും? നിന്റെ വിധി മറ്റൊന്നായി പോയി. ചേച്ചി ഇങ്ങനൊരു അവസ്ഥയിൽ ഇട്ടിട്ട് പോവാൻ മനസ്സ് അനുവദിക്കാഞ്ഞിട്ടാ. അല്ലെങ്കിൽ ഈ അവഗണന സഹിച്ച് ഞാൻ ഇവിടെ നിൽക്കില്ലായിരുന്നു. ചേച്ചി എഴുന്നേറ്റ് നിൽക്കുന്നതൊന്ന് കണ്ടാൽ മാത്രം മതി എനിക്ക്. ചേച്ചി ഇത്രയും വേദനയോട് ഇത് പറയണമെങ്കിൽ എന്താണ് മനസ്സിലെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സത്യം അറിഞ്ഞല്ല അമ്മു സ്വാതി നിന്നോട് അകൽച്ച കാണിക്കുന്നത്. സ്വാതിയുടെ മനസ്സിൽ മറ്റെന്തോ കരട് വീണിട്ടുണ്ട്. അതെന്താന്ന് നീ ചോദിച്ചറിയണം. കുറച്ച് സംസാരിച്ചു കഴിയുമ്പോൾ സ്വാതി അത് പറഞ്ഞു പോവും. നീ കാരണം സ്വാതിക്ക് ഈ അവസ്ഥ ഉണ്ടായതെന്ന് പറയണമെങ്കിൽ വലിയ എന്തോ തെറ്റിദ്ധാരണ സ്വാതിയെ പിടിച്ചൊലച്ചിട്ടുണ്ട്. അതറിയാതെ നീയും സ്വാതിയും വേദനിച്ചുകൊണ്ടേയിരിക്കും. എനിക്ക് നല്ല ഉറപ്പുണ്ട്. നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. സ്വാതിയുടെ ഇപ്പോഴത്തെ മനോനിലൊന്ന് മാറട്ടെ. അവൾ റൂമിലേക്ക് പോകുമ്പോൾ നീ അങ്ങോട്ട് ചെല്ല്. അവൾ കാര്യങ്ങൾ നിന്നോട് തുറന്ന് പറയുക തന്നെ ചെയ്യും. നിനക്ക് ചിലപ്പോൾ തിരുത്താനും കഴിയും.
ചേച്ചി ചേച്ചി ഓർത്ത് മാത്രം ഞാനിവിടെ നിൽക്കുന്നെ. ഞാനന്ന് ഇവിടുന്ന് ആരോടും പറയാതെ പോയതല്ലേ. അപ്പോ ചേച്ചി അദ്ദേഹത്തിന്റെ പിന്നാലെ അയച്ചു. ഞാൻ തിരിച്ചു വന്നില്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള വിവാഹം നടക്കില്ലെന്ന് ചേച്ചി പറഞ്ഞിട്ടാ ഞാൻ വരാൻ തയ്യാറായത്. ആരാരെ കൂടെ ജീവിക്കണമെന്നൊക്കെ ആർക്കറിയാം. പരിഭവം പറച്ചിലൊന്നും വേണ്ട. ദേ, ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. ചേച്ചി പറയേ. ചേച്ചിയുടെ മനസ്സിലുള്ളത് അറിയാനാണ് ഞാൻ വന്നത്. ഞാൻ നിന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള പരാതിയല്ലേ നിനക്ക്? എന്റെ അവസ്ഥ ഇങ്ങനെയായി. ഇനി എന്നെ പരിചരിച്ച് നീ നിന്റെ ജീവിതം പാഴാക്കി കളയണ്ട എന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ചേച്ചിയുടെ സന്തോഷത്തിൽ കവിഞ്ഞ് ഒരു ജീവിതവും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അങ്ങനെ ആഗ്രഹിച്ചിരുന്നെങ്കിൽ നിങ്ങളെല്ലാവരും കൂട്ടുകാരനെ വിവാഹം കഴിക്കാൻ നിർബന്ധിച്ചപ്പോ ഞാനതിന് സമ്മതിക്കില്ലേ? പക്ഷെ എത്ര കാലം നിനക്ക് ഈ വീട്ടിൽ കഴിയാനാവും? എന്നെ പുറത്തു കൊണ്ടുപോയി ചികിത്സിക്കാൻ പല വഴികളും അച്ഛൻ നോക്കുന്നുണ്ട്. ആരെങ്കിലും അല്പം പ്രതീക്ഷ തന്നാ ഞാൻ ഈ രാജ്യം വിട്ടു പോവും. നീ പിന്നെ എന്ത് ചെയ്യും? നിനക്ക് ഇവിടെ നിന്ന് പോകാതിരിക്കാൻ പറ്റുമോ? ചേച്ചി പോയാ ഞാൻ ഈ വീട് വിട്ടു പോവും. ചേച്ചി വരുന്നത് വരെ എവിടെയെങ്കിലും കാത്തിരിക്കും. നാട്ടിലും വിദേശത്തുമായിട്ടുള്ള എല്ലാ ഡോക്ടേഴ്സുമായി അച്ഛൻ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുക. നിനക്കറിയാവുന്നതല്ലേ. എവിടെ പോയി ചികിത്സിച്ചാലും എനിക്കൊരു മാറ്റവും വരാൻ പോകുന്നില്ല. പിന്നെ അച്ഛൻ്റെ ഓരോ പ്രതീക്ഷകൾ. സഞ്ജുവിന് ഓർത്ത എന്റെ വേദനകൾ അത്രയും. ഞാനിങ്ങനെ കിടക്കുമ്പോഴും എന്റെ കഴുത്തിൽ താലി കെട്ടാൻ തയ്യാറെടുത്ത് നിൽക്കുക സഞ്ജു. എന്റെ മനസ്സിലിപ്പോ അത്തരം വികാര വിചാരങ്ങളൊന്നുമില്ല. സഞ്ജു എനിക്ക് വേണ്ടി ജീവിതം പാഴാക്കി കളയരുതെന്നേ എനിക്കുള്ളൂ. അതാ എന്റെ പ്രാർത്ഥന. ഇപ്പോ സഞ്ജുന് എന്നോട് തോന്നുന്നത് സ്നേഹമൊന്നുമല്ല, സഹതാപ. ഒന്നിച്ച് ജീവിക്കാന്ന സ്വപ്നം കണ്ടതിൽ ഒരാൾ വീണുപോയാ മറ്റൊരാൾക്ക് എങ്ങനെ കൈയൊഴിയാനാവും? പക്ഷെ ഞാനല്ലേ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടത്. സഞ്ജുന് സന്തോഷമുള്ളൊരു ജീവിതം സമ്മാനിക്കാൻ ഈ ജന്മം എനിക്ക് കഴിയില്ല. ഒരു കുഞ്ഞിന്റെ അമ്മയാവാനും എനിക്ക് കഴിയില്ല. ഞാനൊരു ബാധ്യതയായി നിൽക്കെ ഒരു വിവാഹം കഴിക്കാൻ സഞ്ജു തയ്യാറാവുകയില്ല. അദ്ദേഹം ആഗ്രഹിക്കുന്നത് ചേച്ചിയെ മാത്രം. ചേച്ചിക്ക് എന്തെങ്കിലും കുറവ് വന്നതായി അദ്ദേഹത്തിന് തോന്നണ്ടേ? ചേച്ചി ഇതോർത്ത് വിഷമിക്കരുതെന്നേ അദ്ദേഹവും പ്രാർത്ഥിക്കുന്നുള്ളൂ. ഇതൊക്കെ പറയാൻ എളുപ്പമാ. ഒന്നിച്ച് ജീവിച്ച് കഴിയുമ്പോ മധുരമല്ല കയ്പാണെന്ന് മനസ്സിലാവും. വിവാഹം കഴിഞ്ഞിട്ടാണെങ്കിൽ സഹിച്ചല്ലേ പറ്റൂന്ന് കരുതാം. അതിന് വിധി എന്ന് പേരിട്ട് വിളിക്കാം. വിവാഹം കഴിയാത്ത നിലയ്ക്ക് പരസ്പരം പറഞ്ഞു പിരിയുന്നത് ഏറ്റവും നല്ലത്. സഞ്ജുവിനോട് മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സഞ്ജനയാണെങ്കിൽ ഇപ്പോഴും വിടാതെ സഞ്ജുവിന്റെ പിന്നാലെ തന്നെയുണ്ട്. ഞാൻ വീണുപോയത് അവൾക്ക് കിട്ടിയൊരു അവസരമായിട്ട് കാണുന്നുണ്ടാവും. പക്ഷെ സഞ്ജുവിന് അവള് ചേരില്ല എന്നൊരു തോന്നൽ എനിക്കുണ്ട്. നീ എന്റെ അനിയത്തിയല്ലേ. നിനക്ക് സഞ്ജുവിനും ഒന്നിച്ച് ജീവിച്ചൂടെ? നിനക്കാവുമ്പോ എന്നെ സഞ്ജുനെ നന്നായിട്ട് അറിയാം. പിന്നെ ഈ വീട്ടിലുള്ളവർക്കെല്ലാം നീ പ്രിയപ്പെട്ടവളുവാ.
മഹാപാപൊന്നും പറയല്ലേ. എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ ചേച്ചിക്ക് എങ്ങനെ കഴിയുന്നു? നിനക്കിതൊരു ഷോക്കാവുന്നൊക്കെ എനിക്കറിയാമോ. എന്നിൽ നിന്നും നീ ഒരിക്കലും ഇങ്ങനൊരു ആവശ്യം പ്രതീക്ഷിച്ച് കാണില്ല. പക്ഷെ എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞത്. ആദ്യം ഒന്ന് അമ്പരുന്നാലും സാവകാശം ആലോചിച്ച് കഴിയുമ്പോ മുത്തശ്ശനും മുത്തശ്ശിയും സഞ്ജുവിന്റെ അമ്മയൊക്കെ ഇതാണ് ശരിയെന്ന് പറയും. എനിക്കിനി ഒന്നും കേക്കണ്ട. ഇത് എന്നോട് പറയാൻ വേണ്ടിയായിരുന്നു ചേച്ചിനോട് അകലം പാലിച്ചത്. എന്റെ മനസ്സില് ചേച്ചിയോട് വെറുപ്പുണ്ടാക്കാനല്ലേ ശ്രമിച്ചത്. വേണ്ടായിരുന്നു ചേച്ചി, ഇത്രത്തോളം എന്നോട് വേണ്ടായിരുന്നു. ഞാൻ ഈശ്വര തുല്യം കാണുന്നയാളാണ് അദ്ദേഹം. ഭർത്താവിന് ഈശ്വര തുല്യം കാണുന്ന സ്ത്രീകൾ ജീവിച്ചിരുന്ന നാടല്ലേ നമ്മുടേത്. അമ്മുന്റെ ആ കൺസെപ്റ്റില് മാറ്റമൊന്നും വേണ്ട. നീ നന്നായിട്ടൊന്ന് ആലോചിക്കേ. നിന്റെ ചേച്ചിക്ക് വേണ്ടി നിനക്കിത് ചെയ്യാനാവൂന്ന് നിന്റെ മുഖം പറയുന്നുണ്ട്. അതിൽ കൂടുതൽ എനിക്ക് എന്ത് സന്തോഷം കിട്ടാനാ. അവളും സഞ്ജു ആഗ്രഹിച്ചത് തന്നെ എന്റെ നാവിൽ നിന്ന് കേട്ടു. സഞ്ജു ഇപ്പൊ തന്നെ ഇതറിയും. സഞ്ജു എവിടെ? പുറത്തുനിന്ന് ആരോട് ഫോണിൽ സംസാരിക്കുക. എനിക്ക് വല്ലാത്ത തലവേദന. ഒരു കപ്പ് ചായ കൊണ്ടുവരാൻ നീ ആ പെണ്ണോട് പറ. ചായ ഞാൻ കൊണ്ടുവരാം. അതിന് നീ ഇവിടുത്തെ അടുക്കളക്കാരനാണോടാ? കിച്ചണിൽ എന്തെങ്കിലും സഹായിച്ചു കൊടുക്കാവുന്നല്ലാതെ നിനക്ക് പറഞ്ഞ പണി നീ ചെയ്താ മതി. ചായ കൊണ്ടുവരാനേ നീ ചെന്ന പെണ്ണോട് പറ. കവിതപ്പച്ചി എന്തോ ലക്ഷ്യം വെച്ചിട്ടുള്ള വരവാ. എന്താടാ നോക്കി നിൽക്കുന്നേ? പറയുന്ന കേക്ക് പോ. ആ സഞ്ജു, നിന്നെ ഞാൻ കാണണമെന്ന് കരുതിയതാ. ഓഫീസിൽ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് സംസാരിച്ച് നിന്നെ ഇൻസൾട്ട് ചെയ്തു എന്നുള്ള പരാതി ഒഴിവാക്കാനാ വീട്ടിൽ വെച്ചാവാന്ന് കരുതിയത്. എന്തേലും പറയാനുണ്ടെങ്കിൽ അപ്പച്ചിക്ക് ഇവിടെ വെച്ച് പറയാലോ. പറയാം, പക്ഷെ നിനക്കതത്ര ഇഷ്ടപ്പെട്ടൊന്നു വരില്ല. കമ്പനിയെ നയിക്കുന്നതിൽ സഞ്ജു ശരിക്കും ഒരു പരാജയമായി മാറിയിരിക്കുകയാണെന്ന് എനിക്ക് തുറന്നു പറയാൻ പറ്റുമോ? അത് ഞാൻ ഇനിയെങ്കിലും തുറന്നു പറഞ്ഞില്ലെങ്കിൽ നാളെ ഇതുവരെയുള്ള എന്റെ അധ്വാനം പോലും വെറുതെ ആവും. അപ്പച്ചി എന്ത് അടിസ്ഥാനത്തിൽ ഇപ്പൊ ഇങ്ങനെ സംസാരിക്കുന്നത്? ഞാൻ ഓപ്പണായിട്ട് പറയാ, പല കാര്യങ്ങളിലും നിന്റെ എറാൻ മൂളിയായിട്ട് നിന്ന് തരാൻ എനിക്ക് പറ്റില്ല. 6-7 വർഷം കമ്പനിയെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയവളാ ഞാൻ. നീ ഏറ്റെടുത്ത ശേഷം കാര്യമായിട്ടുള്ള ഒരു നേട്ടവും എനിക്കിതുവരെ കാണാൻ പറ്റിയിട്ടില്ല. അല്ലെങ്കിൽ നിന്റെ ഈ ചെറിയ പ്രായത്തിൽ നീ എന്ത് ചെയ്യാനാ? നിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അച്ഛൻ തെടുക്കാൻ കാണിച്ചായിരുന്നല്ലോ നിന്നെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നത്. പ്രേമിച്ച് നടക്കേണ്ട പ്രായത്തിലാ വലിയൊരു കമ്പനിയുടെ തലപ്പത്ത് കൊണ്ടിരുത്തുന്നത്. ഞാൻ കമ്പനിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലെന്നാണോ അപ്പച്ചി പറഞ്ഞു വരുന്നത്? നിനക്കതിനുള്ള കഴിവില്ലെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ നിനക്ക് കമ്പനി കാര്യങ്ങൾ വേണ്ട വിധം ശ്രദ്ധിക്കാനുള്ള സമയമില്ല. മറ്റു ചില കാര്യങ്ങളാണല്ലോ നിനക്കിപ്പോ വലുതായിട്ടുള്ളത്. എപ്പോഴും അതിന്റെ പിന്നാലുള്ള ഓട്ടത്തിലാണല്ലോ. ദേ ഇപ്പൊ തന്നെ നിന്റെ അവസ്ഥ എന്താ? വലിയൊരു കുരുക്കി ചെന്ന് പെട്ടില്ലേ? ആഹാ,
കുരുക്കെന്നല്ല പറയണ്ടേ, ഊരാ കുടുക്ക്. എന്ത് കുരുക്ക്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പച്ചി വ്യക്തമായിട്ട് പറയണം. അപ്പോ നിനക്കൊരു പ്രശ്നമില്ലേ? എന്റെ മുഖത്തോക്കി പറ. സ്വാതിയുടെ പ്രശ്നമല്ലാതെ എനിക്കെന്ത് പ്രശ്നം വേറെ ഉള്ളത്? ഇല്ലാന്ന് നീ പറഞ്ഞാലും ഉണ്ടെന്ന് വീട്ടുകാരുടെ മുന്നിൽ വെച്ച് പറയാനുള്ള ബാധ്യത എനിക്കുണ്ടാവും. പിന്നെ ശ്രീകുട്ടിയുടെ കാര്യത്തില് നിനക്ക് ടെൻഷനൊന്നും ഉണ്ടാവേണ്ട കാര്യവുമില്ല. ചായ കുറച്ചുനേരം ചായ ആയിട്ട് നിൽക്കാൻ നിനക്ക് പറ്റില്ലേടി? നീ എവിടെ നിൽക്കേ? നിനക്ക് പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ കൂടെ അധ്വാനിച്ചുണ്ടാക്കിയ കമ്പനി തകർന്നു പോകാതിരിക്കാൻ എനിക്ക് കഴിയുന്നതൊക്കെ ഞാൻ ചെയ്യും. അതിനാരുടെയും പുറംപൂച്ച് തുറന്നു കാണിക്കാൻ എനിക്കൊരു മടിയുമില്ല. എന്നെ കൊണ്ട് ചിലതൊക്കെ പറയിപ്പിക്കാതിരിക്കുന്നതാ നിനക്ക് നല്ലത് സഞ്ജു. നിങ്ങളുടെ ശരിക്കുള്ള പ്രശ്നം എന്താ? നീ ക്ഷോഭിച്ചിട്ടൊന്നും കാര്യമില്ല. കുറച്ച് ബുദ്ധി ഉണ്ടെങ്കിൽ വിവേകമാണ് കാണിക്കേണ്ടത്. പ്രശ്നം നിനക്കാ, എനിക്കല്ല. നീ ചോദിക്കേണ്ടത് എന്റെ ഇപ്പോഴത്തെ ആവശ്യം എന്താണെന്ന്. നീ നിന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ട് വാ. അതുവരെ മംഗലശ്ശേരി ഗ്രൂപ്പിന്റെ ഭരണം ഞാൻ നോക്കിക്കോളാം. പറഞ്ഞത് മനസ്സിലായില്ലേ? MD-യുടെ കസേര നീ ഇങ്ങ് ഒഴിഞ്ഞു തന്നേക്കാൻ. അവിടെ ഇരിക്കാൻ നീ യോഗ്യനല്ല എന്ന് നീ തെളിയിച്ചു കഴിഞ്ഞു. കുറച്ച് പാകതയും പക്വതയൊക്കെ വരുമ്പോ ഞാൻ നിനക്കത് റിട്ടേൺ ചെയ്യാം. ചായ താടി. ചായ നിന്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ വൈകിയെന്നല്ലേടി നീ ഈ ധിക്കാരം കാണിച്ചത്? ആരുടെ ധൈര്യത്തിലടി നീ ഇത് ചെയ്ത്? കവിത ചേച്ചി വാങ്ങാഞ്ഞിട്ടല്ലേ? നീ എന്നെ കുറ്റപ്പെടുത്തുന്നോ? ഞാൻ ചായ കുടിക്കരുതെന്ന് കരുതിയല്ലേ നീ ഈ അഹങ്കാരം കാണിച്ചത്? എന്താ എന്താ അമ്മു? ചായക്കപ്പ് താഴെ വീണോ? വീണതാണോ ഇട്ടതാണോ എന്നൊക്കെ ചോദിക്കേ. സഞ്ജു കണ്ടോണ്ട് നിൽക്കല്ലേ? ഇവനെന്താ പറയുന്നെന്ന് ഞാനൊന്ന് കേക്കട്ടെ. അമ്മു മാറി നിൽക്ക്, ഞാൻ വൃത്തിയാക്കാം. ഹലോ, എന്തിന്? അത് ചെയ്തവള് തന്നെ ക്ലീൻ ചെയ്യണം. കൊടുക്കട അവളുടെ കയ്യില്. കവിതേച്ചി ഇവള് തന്നെ ഇതൊക്കെ വൃത്തിയാക്കണം. ഹലോ, എന്താടി നോക്കി നിൽക്കുന്നേ? അവന്റെ കയ്യിൽ നിന്ന് അത് വാങ്ങിക്കാൻ. തുടക്കടി. ഹാ, നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരാ വരുന്നതെന്ന് ഞാനൊന്ന് കാണട്ടെ.